ഹലോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ് സ്റ്റഡി വ്ളോഗ് ചെയ്യുന്ന. അപ്പോൾ ഞാൻ എൻ്റെ റാങ്ക് ഹണ്ടർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പഠിച്ച സംഭവമാണ് എങ്കിൽ കൂടി എനിക്ക് എൻ്റെ മെമ്മറിയിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യണത് ഒന്ന് റിവിഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളൊരു PSC ആസ്പിരൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് വേണ്ടി 3 കാര്യങ്ങളാണ്. ഒന്ന് റീഡ്, അതേപോലെ തന്നെ റിവൈസ് ആൻഡ് റിപ്പീറ്റേഷൻ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ 3 ഘടകങ്ങളാണിത്. നമ്മൾ 3ഉം ഒരുമിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് ഉന്നതമായൊരു റാങ്കിൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഞാനിത് എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് തവണ ഞാൻ വായിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് റിവൈസ്. ഇത് എൻ്റെ ഒരു റിവിഷനാണ്, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ ഏകദേശം ഇത് പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ സ്പീഡിൽ വായിക്കലില്ല, ജസ്റ്റ് സാവകാശം തന്നെയാണ് വായിച്ചു പോവാറ്. എങ്കിലും നമ്മൾ പഠിച്ചൊരു കണ്ടൻ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മെമ്മറിയിലേക്ക് വരും. ക്വസ്റ്റ്യൻ നോക്കും, അങ്ങനെ ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് വായിച്ചു പോകുന്നത്. എങ്കിലും ഈ ഇന്ത്യയിലെ ഗണികളൊക്കെ എനിക്ക് വീണ്ടും എത്ര വായിച്ചാലും ഇത് തെറ്റിപ്പോകുന്നൊരു കാര്യമാണ് കേട്ടോ. അത്രയും ഞാൻ നോക്കിയതാണ്, എങ്കിലും എനിക്ക് വീണ്ടും തെറ്റിപ്പോകുന്നൊരു സംഭവമാണത്. പിന്നെ അപ്പം ഇതൊക്കെ നോക്കിപ്പോകുന്നത്, ഇതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോഴൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഏകദേശം കുറച്ച് പേജസൊക്കെ ആയി. 45 പേജിൻ്റെ അടുത്തെത്താനായിരിക്കുന്നത്. എങ്കിലും ഏകദേശം ഒരു 2 മണിക്കൂറിലെടുത്ത് എനിക്കിപ്പോൾ സമയം ഏകദേശം ചിലവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 12 മണി ആയിരിക്കുന്നത് ഏകദേശം. അപ്പം ഇനി ബാക്കിയുള്ളതും കൂടി നോക്കിയിട്ട് വേണം. ഇനി ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ് ഞാൻ കറണ്ട് അഫെയറാണ് നോക്കുന്നത് ഇന്ന്. ഇനിയിപ്പം ആ സമയത്ത് ഞാനൊന്ന് സ്കൈയിലേക്ക് നോക്കിയതായിരുന്നു കേട്ടോ. നമ്മുടെ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. അത് നമുക്കറിയാലോ, ഇതേത് മേഘങ്ങളാണ് നമുക്കറിയാം. ഇത് നമ്മൾ ക്യുമുലസ് മേഘമാണല്ലേ. നല്ല പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘം എന്നറിയാം. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്, നെഫോളജിയാണെന്നറിയാം. മേഘങ്ങൾ കാണപ്പെടുന്നത് ഏത് പാളിയിലാണ്, സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലേ. അപ്പം മേഘങ്ങളെ കാണുമ്പോൾ എനിക്ക് മനസ്സിലൂടെ കടന്നു പോയ ഒരു 3 പോയിൻറ്റ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പം വീണ്ടും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വേറൊരു സംഭവമുണ്ട്. മഴ പെയ്താണെങ്കിൽ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ ഓടേണ്ടി വരും. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് ഈ അലക്കിയത് എടുക്കാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. പഠിക്കാൻ കയറിക്കഴിഞ്ഞാൽ എന്തിനെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ ഭയങ്കര മടിയാവേ. അപ്പോൾ നോക്കിയാൽ എന്തൊരു ഭംഗിയല്ലേ കാണാൻ മേഘങ്ങൾ, ക്യുമുലസ്. അത് പെട്ടെന്ന് നിങ്ങൾ നോക്ക്, നല്ല നിംബസ് മേഘങ്ങൾ അതിൽ കയറി കൂടുന്നുണ്ട് കേട്ടോ. ഒരു ചാര നിറത്തിലൊക്കെ കാണപ്പെടുന്ന മേഘം, അതാണല്ലോ നിംബസ് മേഘം. ഈ നിംബസ് മേഘമാണ് മഴ കൊണ്ടുവന്നാൽ എനിക്കൊരു പണി കിട്ടും. അപ്പോൾ മിക്കവാറും അത് ക്യുമുലസ് തന്നെയായി മാറട്ടെ എന്ന് വിചാരിക്കുകയാണെ. ഒരു ഭാഗത്തുനിന്ന് ക്യുമുലസ് വരുന്നുണ്ട്, നിംബസ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും എനിക്ക് അലക്കിയതൊക്കെ എടുക്കേണ്ടി വരുമോ എന്നൊരു ഇതിലാണ് നിൽക്കുന്നത്. നിംബസ് വരുന്ന സമയത്ത് നന്നായിട്ട് ഇരുണ്ട് കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും മഴ പെയ്തിട്ടില്ല. കുറച്ച് നേരം ഞാൻ മേഘം നോക്കിയിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയും കൂടി വായിച്ച് അവിടെ കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കൂടുതൽ സമയം ഇരുന്നാൽ കൂടുതൽ സമയം എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. കുറച്ച് സമയം ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മണിക്കൂർ അത്രയൊക്കെ എനിക്ക് കഴിയുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ഒരു ചടപ്പ് വരുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.